ചുമച്ചിന് വന്നു. ഓ വേദനയൊന്നുമില്ല. മരുന്ന് ഒക്കെ ഇരിപ്പുണ്ട് കഴിക്കാൻ. ഇതുവരെ ഗ്യാസ് തീർന്നു പോയി. കുഞ്ഞെ 2.5 ആഴ്ചയായി ബുക്ക് ചെയ്തിട്ട് ഇതുവരെ ഗ്യാസ് കൊണ്ടുവന്നില്ല. ഇന്ന് ഞാൻ രാവിലെ വിളിച്ചു അങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഗ്യാസ് എനിക്ക് ഇന്ന് ഒരു ചായ വെച്ച കുടിക്കാൻ അത് പകുതി തിളച്ചില്ല. അപ്പോഴത്തെ ഗ്യാസ് തീർന്നു. പിന്നെ ഞാൻ ഇവിടെ ഇവനോട് പറഞ്ഞു ബുക്ക് ചെയ്ത് ഇന്ന് ബുക്ക് ചെയ്തതിന് ഇന്ന് ഇതിൻ്റെ ഡബം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. എന്തോ വെച്ചേ രഞ്ജൻ അവരുടെ പേര് രഞ്ജൻ. ആ രഞ്ജൻ അവരുടെ അമ്പലത്തിൽ ഇരിപ്പുണ്ടെന്ന് ഗ്യാസ് അത് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അവനിപ്പം അവനേതാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ അത് കഴിയുമ്പോൾ കൊണ്ട് തരാമെന്ന്. എപ്പോഴാണെന്ന് ആർക്കറിയാം. എന്നെ ഇപ്പോഴും വിളിച്ചു കൊണ്ടുവരും. പൊങ്ങലും മാറ്റിത്തരപ്പോൾ എന്തോ ചെയ്യാനാ. കുറ്റ 3 ഉണ്ട് കുഞ്ഞ്. എന്നെ 2.5 ആഴ്ചയായി ബുക്ക് ചെയ്തിട്ട്. ഇന്നും രാവിലെ ബുക്ക് ചെയ്തു. മിനിഞ്ഞാന്നും ചെയ്തു. എന്തുവന്നാ ഗ്യാസ് വരുന്ന കുറവാണെന്ന് പറഞ്ഞു. Preeta Panikar is calling. Here I am. This is my house. The bastards are here. Now Ranjan will come with the cylinder. Okay, not anyone else. കേട്ടോ ഹോട്ടലിൽ നമുക്ക് കൊണ്ടുപോകാം. എനിക്കറിയാം എന്താണ്. എന്നോടൊന്നും പറഞ്ഞില്ല. അവരങ്ങ് പോകുന്നു. എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇവിടുന്ന് പോകുമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ കാലിക്കാട്ട് പോകുമെന്നൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കറിയാമോ? അവർ നോക്കുമായിരിക്കും. ഇഷ്ടമുള്ളടുത്ത് പോട്ടോ. ഇന്നങ്ങ് പറഞ്ഞാൽ ഇന്നേ വിളിച്ച് പറഞ്ഞാൽ ഇവിടുന്ന് പോവാം. പിന്നെ കാലിക്കാട്ട് പോവാമെന്ന് പറഞ്ഞെന്ന് പറ. ഇനി വേണ്ട. പക്ഷേ നിന്നോടിപ്പോൾ എന്തുവാ കുറവ്? പിന്നെ വേണ്ടായോ? പിന്നെ വേണ്ട. കലാകാരൻ തരാനോ പറയുകയാണെങ്കിൽ 15 രൂപ കൂലി. നമുക്കൊരു ജോലിയും ഇല്ലെന്ന്. വേണ്ടെങ്കിൽ പോട്ടെ. നിനക്കെന്താ വേണം? കാരിക്കാട്ടിൽ അവരെ നോക്കുമായിരിക്കും. നീവല്ല പറയത്തില്ല. ഞാനൊന്നും പറയുന്നില്ലേ. അത് വേണ്ട. നമ്മൾ നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ പോകുന്നത്. ഇന്നങ്ങ് വിളിച്ച് പറഞ്ഞേരെ. എന്നാ പോകുന്നത്? എനിക്കറിയത്തില്ല. അവൾ ഓട്ടോ വിളിച്ചല്ലേ പോകുന്നത്. എന്നാൽ നിന്റെ സൗകര്യം പോലെ ചെയ്യും. ഇല്ല കുഞ്ഞെ, ഇല്ല. ഞാൻ കുഴമ്പ് വാങ്ങിച്ചിട്ടുണ്ട് തേക്കാൻ. ഉണ്ട്.
തിരുമന്ന ഒത്തിരി പേരുണ്ട് മാവേലിക്കൽ. വേണ്ട, ഞാൻ കുഴപ്പം മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ആ മുത്തല്ല അവിടെ നേരെ കിഴക്കോട്ട് വരുമ്പോൾ അവിടെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു തിരുമന്ന. ഉണ്ട്, അവിടെ ഒന്നുണ്ട്. അവിടെ പോയി താമസിക്കണം. അവിടെ പിന്നെ ഇപ്പോൾ ഞാൻ ഈ കുഴമ്പ് തേച്ചാൽ മതി. കുഴമ്പ് തേച്ചപ്പം കുറവുണ്ട് നേരത്തെ വേദനയൊക്കെ. ഞാൻ ദിവസം EVO കഴിക്കുന്നുണ്ട് 600-ൻ്റെ 2 എണ്ണം. രാവിലെ ഒന്ന് കഴിക്കും, വൈകിട്ട് ഒന്ന് കഴിക്കും. അങ്ങനെ ആയപ്പോൾ ശരീരവേദന അത് എന്തുപോയി പോകണമെന്നുള്ളതിൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് എന്തോന്ന്, എനിക്ക് ആരുമില്ല. എനിക്ക് എന്നൊക്കെ അവർക്ക് അവർക്ക് ആരുമില്ലെന്ന് എന്നോടും പറയുക. ഞാനിതേ പറഞ്ഞ എൻ്റെ സൂത്രമാണ്. എനിക്കെന്തോ സൂത്രം? എനിക്കും ഞാൻ ഇപ്പം നടത്തതിൻ്റെ പകുതി പോലും നടക്കാൻ വയ്യ കേട്ടോ. അത് 88 വയസ്സായില്ലയോ? പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മ എത്രാമത്തെ വയസ്സിലാണ് മരിച്ച്? 80 വയസ്സിന് മുമ്പേ അമ്മ മരിച്ചു. 86 വയസ്സായപ്പം വീട്ടിൽ അമ്മ മരിച്ചു. ഇപ്പോൾ 88 ഞങ്ങൾക്ക് കേട്ടോ. നാളെ ഒന്നും പോകുന്നില്ല. ഞാൻ ഇതാലെ കുഴമ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് തേകട്ടെ. ഇന്ന് തേച്ച് കുടിക്കണം. നിരുകുത്തിയാണ്. ഇനി തിരിച്ച് പോരാനൊക്കെ എങ്കിൽ പോരാ, അല്ലാതെ അവിടെ താമസിക്കുന്നൊന്നുമില്ല. ഇവിടെ ആരുമില്ലാതെ വാനൊക്കത്തില്ല. പോയിട്ട് വരാൻ നമുക്ക് വരാം, അല്ലാതെ താമസിക്കത്തില്ല. അതറിയാൻ അതവിടെ ഞാൻ ചോദിച്ചേ ഒക്കത്തുള്ളൂ. എന്ത് മാതിരി കുഴപ്പം ഇപ്പം എൻ്റെ ദേഹത്ത് വേദനയൊന്നുമില്ല കുഞ്ഞെ. പിന്നെ പ്രായമായതുകൊണ്ട് നടക്കാനും ചില ബുദ്ധിമുട്ടുണ്ട്. 88 വയസ്സായില്ലയോ? അമ്മ പിന്നെ ഇപ്പം ഞാൻ കുഴമ്പ് തേച്ച് ഇച്ചിരി നല്ലപോലെ കുഴമ്പ് തേച്ച് കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുടിക്കുമ്പം ദേഹത്തെ വേദന ഒന്നുമേ. അതാണ് ചെയ്യാം. മെഴുകിയപ്പം ഞാനങ്ങ് നന്നായായിരുന്നു. നല്ല കുട്ടികൾ വന്ന് ആഹാരം കഴിഞ്ഞ് നല്ലോണം നന്നായായിരുന്നു. ഇവിടെ പനി വന്നപ്പോൾ ഇച്ചിരി ഒന്ന് ക്ഷീണിച്ചു. രാവിലെ കിടന്നു. എന്തോ ആയിരിക്കും. അല്ലാതെ എങ്ങനെയാ പിന്നെ ഇവിടെ പെൻഷൻ പറയുന്നത്? എങ്ങനെയാ ഇത്ര രൂപ? അതെന്തോ ആർക്കറിയാം? നമുക്കറിയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ. നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. പക്ഷെ അപ്പോൾ കാര്യമില്ല. ഞാൻ എന്താ ഞാൻ പാവമാ തെണ്ടിയ എന്നൊക്കെയാണ് പറയുന്നത് എന്നോട്. പറയുമ്പോൾ എന്തുവെന്ന് ആർക്കറിയാം? ആർക്കും ആരുമില്ല. എൻ്റെ കുഞ്ഞാ ശരിയാകും. നിന്നെ ഒന്ന് കാണാൻ വരണം എനിക്കുണ്ട്. അത് നീ ഈ പന്തളത്ത് വരുത്തില്ലയോ വസ്തുവൊക്കെ ശരിയാക്കാനേ? മഴ കഴിയുമ്പം വരുമ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ച് പന്തളത്ത് വരാം. എന്നിട്ട്
അന്നേരം എനിക്ക് തിരുമുന്നതിൻ്റെ കുഴപ്പമൊന്നുമല്ല. പിന്നെ അല്ലാതെ ഈ കുഴമ്പൊക്കെ തേച്ചാൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. യുവാടെ ഒന്നും അല്ല പോകണ്ടായോ. കിഴി കുത്തിങ്ങി വിടുമെങ്കിൽ പോകാം, അല്ലാതെ പോകത്തില്ല. അതെനിക്കറിയാം. വൃന്ദാവനത്തിൻ്റെ വൃന്ദാവനം എന്നാണ് അതിൻ്റെ പേര്. ശരി.